ഇതൊരു ഈസി ആയിട്ടുള്ള ബ്രെഡാണ്. നമ്മുടെ വീട്ടിൽ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമോ റോബസ്റ്റ പഴമോ ഏത് പഴം ഉണ്ടെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവേ. ഞാൻ ബനാനയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് സ്മാഷ് ചെയ്യുക. അതിനുശേഷം അതിനകത്തോട്ട് 70 ഗ്രാം ബ്രൗൺ ഷുഗർ, ഈ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചത്. നമുക്ക് നോർമൽ ഷുഗർ ഉപയോഗിക്കാം. ഒരു മുട്ടയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനകത്തോട്ട് 60 ml ബട്ടറോട് ചേർത്ത് അതുകൂടെ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം വാനില എസൻസോട് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഓൾറെഡി അരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് 150 ഗ്രാം മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് സിനമൺ പൗഡർ, കുറച്ച് ഉപ്പ്. സിനമൺ പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, ഏലക്കാപ്പൊടി ഉപയോഗിച്ചിട്ടില്ലേ. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റ് കൂടി ഇടുന്നുണ്ട്, ഒന്ന് കടിക്കാനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ ആൽമണ്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ചോക്ലേറ്റ് ഉണ്ടോ ഞാനത് ഗ്രേറ്റ് ചെയ്തിട്ട്, എന്നിട്ട് നമ്മൾ നമ്മുടെ ബേക്കിംഗ് ട്രേയിലെ, അതായത് ബ്രെഡിൻ്റെ ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിനകത്തോട്ട് ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിനകത്തോട്ട് ഈ മാവ് ഞാൻ ഒഴിച്ചു വെക്കുന്നത്. ഈ ബട്ടർ പേപ്പർ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഈ ട്രേയിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യാൻ പറ്റുമേ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് കൂടെ ഞാനൊന്ന് വെതറി കൊടുക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്യുക. ഏകദേശം 60 മിനിറ്റോളം ഞാൻ ഇത് ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തേക്കിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്താ ഫീൽ ചെയ്തേ? എനിക്ക് നല്ല ടേസ്റ്റുണ്ട്, സോഫ്റ്റും നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. സൂപ്പർ.